ഹായ് ഡിയേഴ്സ്, ഇപ്പോഴത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഫുൾ എ പ്ലസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്, നിങ്ങളാലും ഞങ്ങളാലും ഒക്കെ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. കാരണം ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന കുട്ടികൾ കൊണ്ടു നടക്കേണ്ട കുറച്ച് ശീലങ്ങളുണ്ട്, അല്ലെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളത് മുഴുവനായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഓക്കെ, പിന്നെ നമ്മുടെ സ്ഥിരം മക്കളുണ്ടായിരിക്കും, അവരുടെയൊക്കെ എനിക്ക് പറയാനുള്ളത്, ആഫ്റ്റർ ദി വീഡിയോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും താഴെ എന്ത് ചെയ്യണം, രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, നന്നായിട്ട് പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഞാൻ അതിലേക്കാണ് പോകുന്നത്. മറ്റൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം ചേഞ്ച് യുവർ റൂട്ടീൻ എന്നുള്ളതാണ്. നമുക്കൊരു റൂട്ടീൻ ഉണ്ടായിരിക്കും. റൂട്ടീൻ എന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ഏത് സമയത്താണ് എഴുന്നേൽക്കുന്നത്, എപ്പോഴാണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക സ്റ്റഡി ടൈം എപ്പോഴാണ്, അല്ലെങ്കിൽ സ്കൂളിലേക്ക് ഇറങ്ങുന്ന ടൈം, അതൊക്കെ ചിലപ്പം പല ഓർഡറിലായിരിക്കും. ഒരു ദിവസം രാവിലെ 4 മണിക്ക് എണീറ്റ് പഠിക്കുന്നു, ചില ദിവസം അത് 6 മണിക്കാവുന്നു, ചിലപ്പോൾ അത് 8 മണിക്കാവുന്നു, ചിലപ്പോൾ നമ്മൾ രാത്രി 2 മണി വരെ ഇരുന്ന് പഠിക്കുന്നു. ആ ഒരു രീതി മാറ്റിയിട്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു പ്ലാനർ ഉണ്ടാക്കാവുന്നതാണ്. അതായത് രാവിലെ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് 6 മണി വരെ ഇരുന്ന് പഠിക്കുന്നു, അതിനുശേഷം ചെറിയൊരു ഒരു ബ്രേക്ക് എടുക്കുന്നു, പിന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ടെങ്കിൽ അത് കാണുന്നു, ഇനി നമ്മൾ വീഡിയോസ് എന്തെങ്കിലും കാണുന്നു, അതിനുശേഷം വീണ്ടും റിവേഴ്സ് ചെയ്യുന്നു, ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷന് പോകുന്നു. ആ ഒരു ഓർഡർ, അതൊന്ന് പാറ്റേൺ ഫോളോ ചെയ്യാം. അതിനുശേഷം അവസാനം രാത്രി നമ്മളിപ്പോൾ ഏകണ്ട ലൈവ് കാണുന്നു, ക്ലാസ്സിൽ കാണുന്നു, അതിനുശേഷം നമ്മൾ റിവൈസ് ചെയ്യുന്നു. 9 മണിക്ക് ശേഷം 10 മണി വരെ അല്ലെങ്കിൽ 10:30 വരെ നമ്മൾ റിവിഷൻ നടത്തുന്നു. ഇങ്ങനൊരു ഷെഡ്യൂൾ സ്കൂൾ വിട്ട് വന്ന ശേഷം ആ ഒരു ഗ്യാപ്പിൽ നമുക്കൊരു 1/2 മണിക്കൂർ 1 മണിക്കൂറോ ഫ്രീ ടൈം ഉണ്ടെങ്കിൽ അതെങ്ങനെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. അതിൻ്റെ ഒരു ഷെഡ്യൂൾ കറക്റ്റ് ആകണം. എപ്പോൾ നമ്മൾ കുളിക്കണം എന്ന് വരെ നമ്മൾ എന്ത് ചെയ്യണം, തീരുമാനിക്കണം. എപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എപ്പോൾ ഡിന്നർ കഴിക്കണം, അതൊക്കെ റുട്ടീൻ്റെ ഭാഗമാണ്. ഭക്ഷണം ക്രമീകരിക്കുക, പഠന സമയം ക്രമീകരിക്കുക, ഇതൊക്കെ നിങ്ങളൊന്ന് ക്രമീകരിച്ച് വെക്കുക. ഒരു റുട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചടങ്ങ്. അല്ലാതെ തോന്നിയ പോലെ ഇനി ആവരുത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. ഇപ്പം നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫസൽ സാറിൻ്റെ ഫോണൊന്നൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നാൽ ഞാൻ ആദ്യം ആ ഫോൺ എടുത്തിട്ട് അതാരാണ് അയച്ചെന്ന് നോക്കും, എന്നിട്ട് അയാൾക്ക് റിപ്ലൈ കൊടുക്കും. അപ്പോഴും വേറെ മെസ്സേജ് കാണാം, അതിന് റിപ്ലൈ കൊടുക്കും. വേണ്ട, നമ്മളൊരു യൂട്യൂബിൽ ക്ലാസ് കാണാൻ വേണ്ടി യൂട്യൂബിലേക്ക് കയറുന്നു, പിന്നെ നമ്മൾ യൂട്യൂബിലെ സകല റീൽസും കണ്ട് മറ്റ് വീഡിയോസും കണ്ടു, വേണ്ടതും വേണ്ടാത്തതല്ല എല്ലാ കാര്യങ്ങളും കണ്ടിട്ട് തിരിച്ചിറങ്ങും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് തോണ്ടിക്കഴിഞ്ഞാൽ പിന്നെ 100 റീല് കഴിഞ്ഞ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുള്ളൂ. ഇങ്ങനെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ കണ്ട സീരീസിൻ്റെ ബാക്കി കാണണം, വായിച്ച ഒരു പൈങ്കിളി കഥയുടെ ബാക്കി വായിക്കണം, അല്ലെങ്കിൽ നോവലിൻ്റെ ബാക്കി. ഇപ്പം അതിനൊന്നും സമയമുള്ളതല്ല, നമുക്കതിനുള്ള സമയമേ ഇല്ല. അപ്പോൾ ഇങ്ങനെ സീരീസോ അല്ലെങ്കിൽ ഗെയിമിന് അഡിക്റ്റ് ആയവരുണ്ടായിരിക്കും, ഫ്രീ ഫയറോ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, നമ്മളറിയില്ല, നമ്മളൊക്കെ മാറിപ്പോയി, തന്തവൈബ് എന്ന് അറിയില്ല, ആ സംഭവമായി അതുപോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പഠനത്തിൽ നിന്ന്. അപ്പോൾ അതെന്ത് ചെയ്യണം, ഒന്ന് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അതിനാദ്യം ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ആ ആപ്ലിക്കേഷൻസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ചേട്ടനോടോ പറയുക, എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ പാസ്വേഡ് നിങ്ങൾ മാറ്റിക്കോളി, എന്നിട്ട് എക്സാം കഴിഞ്ഞിട്ട് എനിക്ക് തന്നാൽ മതി എന്നും പറഞ്ഞ് ധൈര്യപൂർവ്വം അത് ചെയ്യാനുള്ള ഒരു മനക്കരുത്തുണ്ടാവണം. അതാണ് അടുത്തത്. ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അത് ഡിസ്ട്രാക്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതായത് പിന്നെ പഠിക്കാനൊരു ടാബോ അല്ലെങ്കിൽ ഫോണോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്താണോ വേണ്ടത് ആ കാര്യങ്ങൾ മാത്രം അതിൽ മതി. മറ്റ് അനാവശ്യ ആപ്ലിക്കേഷൻസ് ഒന്നും അതിലുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഡോണ്ട് ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്. അതാണ് നമ്മുടെ സമയം കൊല്ലുന്നത്, സമയം കവർന്നെടുക്കുന്നത്. അതാണ്. ഓക്കെ അല്ലേ? സത്യമല്ല, അത് സത്യമാണ്. അടുത്തത് ഷെഡ്യൂൾ യുവർ സ്റ്റഡി ടൈം. നമുക്കൊരു സ്റ്റഡി ടൈം വേണം, അത് ഷെഡ്യൂൾ ചെയ്തേ മതിയാവും. അത് ഷെഡ്യൂളിങ് സിംപ്ലി മീൻസ് ഏത് സമയത്ത് നമ്മൾ പഠിക്കണം, ഏത് സമയത്ത് ക്ലാസ്സുകൾ കാണണം. അത് ചില ആളുകൾക്ക് രാത്രി 12 മണി വരെ ഇരുന്ന് പഠിച്ചിട്ട് രാവിലെ ലേറ്റായിട്ട് ഒരു 6 മണിക്കോ 6:30ക്കോ എഴുന്നേൽക്കുന്ന രീതിയാവും. ചിലപ്പോൾ 7 o'clock എഴുന്നേൽക്കുന്ന രീതിയായിരിക്കും. ചിലപ്പോൾ ചില ആളുകൾക്ക് 9:30 ഒരു 9:30 മണിയാകുമ്പോൾ ഉറക്കം വരും, 9:30ക്ക് ഉറങ്ങുന്നു. അയാൾ 8 മണി വരെ ഉറങ്ങുന്നുണ്ടെങ്കിൽ അയാൾ മടലുവാരി അടിക്കണം ഞാൻ പറയത്തുള്ളൂ. രാത്രി 9:30ക്ക് കിടന്ന് രാവിലെ 8 മണി വരെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടായിരിക്കും, എനിക്കറിയാം അങ്ങനത്തെ ആൾക്കാർ. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട്, അതാ ഞാൻ ആദ്യം പറഞ്ഞ റൂട്ടീൻ മാറ്റണമെന്ന്. ഒരാൾക്ക് 7 മണിക്കൂർ ഉറങ്ങിയാൽ മതി, മാക്സിമം 7 മണിക്കൂർ, 6 ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് 6, 6:30, 7 അത് മതി, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, പഠിക്കാനുള്ള സമയം അതിൽ നിന്ന് കണ്ടെത്തണം. അതായത് നമുക്ക് പഠിക്കേണ്ട സമയം മിനിമം ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ നമുക്ക് കണ്ടെത്തിയാൽ മതിയാവും. 24 മണിക്കൂർ സമയമുണ്ട്. നമ്മുടെ സ്കൂളിൽ ഒരു 8 മണിക്കൂർ നമ്മൾ ഇരിക്കുന്നുണ്ട്, എന്നാലും ഒരു 3 മണിക്കൂർ നമുക്ക് ബാക്കി വേണം. എന്തിനു വേണ്ടിയിട്ട്? പഠനത്തിന് വേണ്ടിയിട്ട്. 7 മണിക്കൂർ നമ്മുടെ സ്റ്റഡി ടൈം മാറ്റി വെച്ചിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
പഠിക്കണം, മറ്റുള്ള ചിന്തകളൊന്നും പാടില്ല. എഫക്റ്റീവായിട്ട് ടൈം യൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി സമയം കണ്ടെത്തേണ്ട സമയങ്ങൾ ഏതൊക്കെയെന്ന് അറിയാം. ഒന്നാമത്തെ സമയം രാവിലെ ഏർലി മോർണിംഗ് ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഈവനിങ്ങിൽ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കണം. ഈവനിങ് സ്കൂൾ വിട്ട് എത്തുന്നത് 4:30 മണിക്കാണ്, അല്ലെങ്കിൽ ട്യൂഷൻ കഴിഞ്ഞെത്തുന്നത് 5 മണിക്കാണ്, അല്ലെങ്കിൽ 6 o'clock. അപ്പോൾ 6 മണി മുതൽ 7:30 വരെയുള്ള സമയം നമ്മളൊന്ന് കണ്ടെത്തണം. 7:00 ഡിന്നർ നേരത്തെയാക്കണം. അതൊക്കെ റൂട്ടീൻ്റെ ഭാഗമാണ്. 7:00 എന്ത് ചെയ്യണം, അതൊന്ന് കൺട്രോൾ ചെയ്ത ശേഷം 8 മണി 9 മണിയാകുമ്പോൾ അടുത്ത് ഒരു റൗണ്ട് പഠനത്തിന് വേണ്ടിയിരിക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷെഡ്യൂൾ കറക്റ്റ് ഈ സമയത്ത് ഞാൻ പഠിക്കും, ഡിപ്പെൻസ് ഓൺ ദ പേഴ്സൺ, അത് ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ പഠിക്കുന്ന സമയം ഒന്ന് കൺട്രോൾ ചെയ്യുക, ആ പഠിക്കുന്ന സമയത്തൊന്ന് ക്രമീകരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ലിസൺ, നമ്മൾ പഠനം കഴിഞ്ഞാൽ പിന്നെ അത് ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊരു ചാപ്റ്റർ മൊത്തം ഞാൻ വായിച്ചു, ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞു, അത് പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ എക്സാം വരെ കാത്തു നിൽക്കേണ്ട ആവശ്യം വരരുത്. അതിനു വേണ്ടിയിട്ടാണ് മോഡൽ ആൻഡ് PYQs, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം. അതുപോലെ പ്രീവിയസ് ഇയർ മുൻകാല ചോദ്യപേപ്പറുകളിൽ നിന്നുള്ള ചോദ്യങ്ങളും നമ്മൾ ചെയ്യണം. അത് കണ്ടെത്തി ചെയ്യണം. അത് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കും. നമ്മുടെ ഗ്രൂപ്പുകളിലും നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലും കമ്മ്യൂണിറ്റിയിലൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഗൈഡുകളിലെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അത് പക്കാ ഫോളോ ചെയ്യുക. അതാണ് മോഡൽ ക്വസ്റ്റ്യൻസും PYQ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിലൂടെ നമുക്ക് നമ്മുടെ ലെവൽ മനസ്സിലാവും എന്നുള്ളതാണ്. നമുക്ക് ഏതൊക്കെ ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റി, ഏതൊക്കെ ചെയ്യാൻ പറ്റിയില്ല, ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. അത് ചെയ്തേ മതിയാവൂ. ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. അതായത് പരിശീലനമാണ് ഒരാളെ ഉന്നതിയിലേക്ക് എത്തിക്കുന്നതും പെർഫെക്റ്റ് ആക്കി മാറ്റുന്നതും. ആ പരിശീലിക്കാൻ മോഡൽ ചോദ്യപേപ്പറുകളും മുൻകാല ചോദ്യപേപ്പറുകളും എടുത്തേ മതിയാവും. അപ്പം നമുക്ക് എന്തുണ്ടാവും, തെറ്റുകളുണ്ടാവും, മിസ്റ്റേക്കുകൾ ഉണ്ടാവും, അറിയാത്തതുണ്ടാവും, പഠിച്ചത് മറന്നുപോയിട്ടുണ്ടാകും, ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അതിന് നമ്മൾ കണ്ടെത്തേണ്ടത് ആഴ്ചയിൽ മിനിമം 2 ദിവസമെങ്കിലും നമ്മൾ പുതുതായി പഠിച്ച കാര്യങ്ങൾ മറന്നോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ആ കാര്യങ്ങൾ റിവിഷൻ ചെയ്യണം. ക്ഷമ വേണം, ക്ഷമിച്ചുകൊണ്ട് റിവിഷൻ ചെയ്യണം. പഠിച്ച കാര്യങ്ങളായിരിക്കും, അറിഞ്ഞ കാര്യങ്ങളായിരിക്കും, എന്നാലും ആ കാര്യങ്ങൾ ഒന്നും കൂടെ വായിച്ചിട്ടേ പോകാവൂ. ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും അറിഞ്ഞ് റിവൈസ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് എൻ്റെ മക്കൾക്ക് ഓർമ്മയുണ്ടോ? യെസ്, ചേഞ്ച് യുവർ റുട്ടീൻ. ഫുഡ് മുതൽ പഠന സമയം മുതൽ എല്ലാ കാര്യങ്ങളും ഒന്ന് ക്രമീകരിച്ച് ദിവസവും ഈ സമയം എഴുന്നേറ്റ് അടുത്ത ഒരു രാത്രി ഇത്രയും സമയത്ത് ഞാൻ ഉറങ്ങും എന്നൊരു റുട്ടീൻ ഉണ്ടാക്കി മാറ്റണം. രണ്ടാമത്തത് ഡിസ്ട്രാക്റ്റായി പോകരുത്. നമ്മുടെ മൈൻഡ് സെറ്റായിരിക്കണം. നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം പോലും നമ്മൾ അടുത്തുണ്ടാവരുത്. ഷെഡ്യൂൾ സ്റ്റഡി ടൈം, നമ്മുടെ പഠന സമയം കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, ഷെഡ്യൂൾ ചെയ്ത് വെക്കണം. ലിസൺ, ഇതുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും വിശദമായിട്ട് ഇതിലുള്ള ഫ്ലോസും ഫോൾട്ടുകളൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് സാറ്റർഡേ 25-ാം തീയതി നൈറ്റ് നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. ഞങ്ങൾ മാത്രമല്ല വരുന്നത്, ഒരുപാട് വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു അടിപൊളി സെഷനായിരിക്കും. നമ്മുടെ യൂട്യൂബിൽ തന്നെയാണ്. അതൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും വേണം. അത് വേണോ വേണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കണേ. നല്ലൊരു മോട്ടിവേഷനാണ് നിങ്ങൾക്ക് വേണ്ടെന്ന് എനിക്കറിയാം. സത്യമല്ലേ, നിങ്ങൾക്ക് ഇപ്പം വേണ്ട നല്ലൊരു മോട്ടിവേഷനാണ്. ആ മോട്ടിവേഷനും ഒരു സ്റ്റഡി പ്ലാനും ബാക്കിയുള്ള കാര്യങ്ങളും ലൈവുകളും ഒക്കെ വരാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു സ്റ്റാറ്റസ് ഒക്കെ വെക്കാനും ഒരു മടി ഉണ്ടാവരുത്. ലൈക്ക് എന്തായാലും ചെയ്തിരിക്കണം. അപ്പോൾ അടിയിൽ നിങ്ങൾക്കിനി വേണ്ടത് എന്താണോ അത് കമൻറ്റ് ചെയ്യണം. അത് മസ്റ്റായിട്ട് ചെയ്യണം. ഓക്കെ, പിന്നെ ലിസൺ, ഇത്രയുള്ള കാര്യം. നിങ്ങൾക്ക് വേണ്ടത് എന്ത് പറഞ്ഞോ അത് നമ്മൾ സാറ്റർഡേ സോൾവ് ചെയ്ത് തരും. ശനിയാഴ്ച നമ്മളത് സോൾവ് ചെയ്ത് തരും. അത് നിങ്ങൾക്കുള്ള പ്രോമിസാണ്. അപ്പോൾ ബാക്കി കഥകൾ നമുക്ക് ശനിയാഴ്ച കാണാം. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുമായിട്ട് ഏഗൻ ടീം, റേസ് ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. താങ്ക് യു, ബൈ, സീ യു അഗെയിൻ.